ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. തുലാം രാശിയിൽ 45 നാഴികയും വൃശ്ചികം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. അതിൽ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിൽ ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടുതലായിട്ടും വേണ്ടുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. സെപ്റ്റംബർ മാസം 18-ാം തീയതി വരെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും കുറേയൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ടും ക്ഷമാശീലത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ സെപ്റ്റംബർ മാസം 18-ാം തീയതിക്ക് ശേഷം ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ തന്നെ സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് സെപ്റ്റംബർ മാസം 18-ാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കുടുംബനാഥനും 7-ാം ഭാവനാഥനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കുടുംബപരമായിട്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ സമയങ്ങളിൽ ധനസന്താനകാരകനായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നതും ഈ അഷ്ടമഭാവത്തിൽ നിന്നുകൊണ്ട് വ്യയസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ ക്ഷീണം വരാതെ നോക്കണം. പ്രത്യേകിച്ച് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. ഈ സെപ്റ്റംബർ മാസത്തിൽ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂല സ്ഥിതി മൂലം ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വളരെയധികം ഗുണാനുഭവങ്ങൾക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ സെപ്റ്റംബർ മാസം 23-ാം തീയതി വരെ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതിനാലും 5-ാം ഭാവാധിപതിയാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് മനോബലവും ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. എന്നാൽ ഈ സെപ്റ്റംബർ മാസം 23-ാം തീയതിക്ക് ശേഷം വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ ദുരിതഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സെപ്റ്റംബർ മാസം 23-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട്
തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാനെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിലാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യം ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ കൂടുതലും ശ്രദ്ധിക്കണം. ശ്രദ്ധയും ജീവിത അനുഷ്ഠാനങ്ങളും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ ഗുണം ചെയ്യും. എന്നാലോ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെ ശ്രേഷ്ഠതകൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്ന സമയം കൂടിയാണ്. കൂടാതെ കുടുംബപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും കുടുംബജീവിതത്തിലായാലും സന്താനഭാവങ്ങളിലായാലും വളരെയധികം മനസ്സന്തോഷത്തിനും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ അനുകൂലമായിട്ട് കാണുന്നു.